കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കരുനാഗപ്പള്ളി KSEB ഓഫീസിന് പടിഞ്ഞാറ് താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി. അക്രമികൾക്ക് കാർ ക്രമീകരിച്ച് നൽകിയ ആളാണ് കസ്റ്റഡിയിലുള്ളത്. അതേസമയം വവ്വാക്കാവിലും ഇതേ സംഘം മറ്റൊരു അതിക്രമം നടത്തിയതായും വിവരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്രമായ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? ഇത് ഇന്ന് പുലർച്ചെ 2:45-ന് രതീഷ് എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ വിളിച്ചത് ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ സന്തോഷാണ്. സന്തോഷ് പറയുന്നത്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ 3-4 പേർ എന്നെ കൊല്ലാനായി വന്ന് നിൽപ്പുണ്ട്. ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. നീ അത്യാവശ്യമായി പോലീസിനെ അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടം വരെ വരണം എന്ന് പറയുന്നു. ഫോൺ കോൾ കട്ടാകുന്നു. പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഈ അമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യം ഈ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുന്നു. അമ്മയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മകൻ സന്തോഷ് ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയും തൊട്ടടുത്ത വാതിൽ, ആ വാതിൽ ഈ മൺവട്ടി കൊണ്ട് വെട്ടിപ്പൊളിച്ചാണ് ഈ സംഘം അകത്ത് കയറുന്നതും. പിന്നീട് അവിടെ സ്ഫോടക വസ്തു എറിയുന്നു. അത് പൊട്ടിത്തെറിക്കുന്നു. ഒരു ബോംബ് സ്ഫോടനം പോലെ അവിടെ സംഭവിക്കുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഈ കാലിനും മറ്റും ഗുരുതരമായി തലയ്ക്കുമെല്ലാം വെട്ടി പരിക്കേൽപ്പിക്കുന്നതാണ് ഉണ്ടായി എന്ന് അമ്മ തന്നെ അമ്മ ഓമന പോലീസിന് വഴി നൽകിയിട്ടുണ്ട്. ഈ സന്തോഷിനെ പിന്നീട് ഈ വിളി, അതായത് സുഹൃത്ത് രതീഷ് അവിടെ ആംബുലൻസ് ഡ്രൈവറുമായും എത്തിയപ്പോഴേക്കും വീടിനുള്ളിൽ അങ്ങനെ ഈ പുകയും ഇരുട്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഈ പ്രതികൾ വീടിൻ്റെ അക്രമ സമയത്ത് ഫ്യൂസ് ഊരിയതിന് ശേഷമാണ് ഈ കൃത്യമല്ല അവർ നിറവേറ്റിയത്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇരുട്ടിലായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ വെട്ടത്തിൽ നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സന്തോഷിനെയാണ് കാണുന്നത്. ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തം മാറുന്നതിനെ തുടർന്ന് സന്തോഷിന് ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം തന്നെ ഈ അക്രമി സംഘം ഇവിടെ നിന്ന് പോയത് നേരെ ഓച്ചറ വവാക്കാവ്. അവിടെ അനീർ എന്ന് പറയുന്ന യുവാവ് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ വാഹനം അവിടെ ഈ അക്രമി സംഘം വന്ന ഇന്നോവ കാർ കൊണ്ടിടുകയും അവിടെ വെച്ച് ഈ അനീറിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഈ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അല്പം മുമ്പ് ഈ കാറ് വയനകം എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ കാറിൻ്റെ ശരിക്കുമുള്ള RC ഉടമ ഒരു വയനകം സ്വദേശി ശ്രീനാഥാണ്. അദ്ദേഹത്തിന് പക്ഷേ ഈ കാർ ഇവർ കൊണ്ടുപോയതോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ലെന്നാണ് പോലീസ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഡ്രൈവർ ഇതിൻ്റെ ഈ വണ്ടി ഉടമ ശ്രീനാഥിനെ പോലീസ് ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുക്കു എന്ന് പറയുന്ന ആൾ ശ്രീനാഥിൽ നിന്ന് വർക്ക്ഷോപ്പിൽ ഒക്കെ കൊണ്ടുപോയ വണ്ടി അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കുക്കു എന്ന് പറഞ്ഞ ഒരാൾ ഈ വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയതായി പറയുന്നു. കുക്കുവിൽ നിന്ന് മറ്റൊരാൾ ഈ വണ്ടി വാങ്ങിയതായി പറയുന്നു. അയാളായിരിക്കണം ഒരുപക്ഷെ ഈ അക്രമി സംഘത്തിന് ഈ കാർ നൽകിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതെല്ലാം പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ ഇതല്ല വസ്തുതയെന്ന് പിന്നീട് ചിലപ്പോൾ പോലീസിൻ്റെ ശരിയായ വിശദീകരണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. കിട്ടുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2020-ലും ഇപ്പോൾ കൊല്ലപ്പെട്ട സന്തോഷിൻ്റെ വീട്ടിൽ സമാനമായ രീതിയിൽ ഇതേ അക്രമി സംഘം വരികയും അവിടെ ഈ സന്തോഷിനെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു. പിന്നീട് 2024-ൽ പങ്കജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സന്തോഷുമായിട്ടുള്ള ഇവരെല്ലാം മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് പല ക്രിമിനൽ കേസിലും പ്രതികളാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സന്തോഷിനെ ഈ കരുനാഗപ്പള്ളിയിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തുന്നു. പക്ഷേ സന്തോഷ് അതേ ആയുധം തിരികെ വാങ്ങി പങ്കജിനെ കുത്തുകയായിരുന്നു. പങ്കജ് ആശുപത്രിയിലായിരുന്നു. ഈ കേസിൽ സന്തോഷ് ജയിലിലുമായിരുന്നു. പിന്നീട് ഈ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ മുൻവൈരാഗ്യവും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പകപോക്കലിലാണ് ഇപ്പോൾ ഈ ഒരു ജീവൻ കലാശിച്ചയിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല ഇത് കഴിഞ്ഞ വർഷം തന്നെ 2023-ൽ തന്നെ ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസുകാർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു. തീർച്ചയായും ഈ രാജ്കുമാർ, അതുപോലെ തന്നെ ഈ സംഘം തന്നെയാണ് മറ്റൊരിടത്തും പോയി ഇതിന് സമാനമായത്. ഇനി ഈ സംഭവവുമായി ബന്ധമുണ്ടോ? ഈ അനീർ എന്ന് പറയുന്നത് ഈ സന്തോഷിൻ്റെ സുഹൃത്താണ്. അതായിരിക്കണം ഇവരെല്ലാം. ഞാൻ ഈ പറയുന്നത് അക്രമി സംഘത്തിൽപ്പെട്ട ആളുകളും ഈ പങ്കജും കൊല്ലപ്പെട്ട സന്തോഷും ഇപ്പോൾ ഈ പറഞ്ഞ ഓച്ചറയിൽ വവാക്കാവിൽ വെച്ച് മാരകമായി മുറിവേറ്റ അക്രമത്തിനിരയായ അനീറും ഒക്കെ സുഹൃത്തുക്കളായിരുന്നു. ഈ അടുത്ത സുഹൃത്തുക്കൾ പിന്നീട് പല കാരണങ്ങൾ തമ്മിൽ തെറ്റിപ്പോയതാണ്. പിന്നെ ഒരു പകയായി ഇത് മാറുകയും തമ്മിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പും 2020 മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ 2025-ൽ ഇതൊരു വലിയ കൊലപാതകത്തിൽ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത്. ശരി രാജ്കുമാറാണ് സമഗ്രമായ വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയത്.